അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം നടക്കുക. ഇന്ന് രാവിലെ 10:30 മണി മുതൽ കലാഭവനിൽ പൊതുദർശനം ഉണ്ടാകും. തിരുവനന്തപുരത്തെ ഷാജി എൻ കരുണിൻ്റെ വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പറയൂ അജീഷ്, വിവരങ്ങൾ. SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം ഏറെക്കാലം താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വസതിയിലാണ്. പിറവി എന്നാണ് ആ വീടിൻ്റെ പേര്. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമയുടെ പേരും പിറവി എന്നായിരുന്നു. ആ പേര് തന്നെയാണ് താൻ ജീവിച്ച ആ വീടിനും അദ്ദേഹം നൽകിയിരിക്കുന്നത്. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം, ഇപ്പോൾ വീട്ടിലുള്ള പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഏറെക്കാലം ജീവിച്ച തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിനെ വസതിയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രമുഖരായ പലരും എത്തിയിരുന്നു. ഇനി 10:30 മുതലാണ് തിരുവനന്തപുരത്തെ അദ്ദേഹം ചെയർമാനായിട്ടുള്ള KSFTCയുടെ ആസ്ഥാനം കൂടിയായ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനം തുടങ്ങുക. 10:30 മുതൽ 12:30 വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും മൃതദേഹം ഇവിടുത്തെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരും. പിന്നീട് 3:30-ക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. തൈക്കാട് ശാന്തികവാടം ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം നടക്കുക. ഇപ്പോഴും വീട്ടിൽ അദ്ദേഹത്തെ അന്തിമോപചാരമർപ്പിക്കാൻ ഒരുപാട് പേർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തെ അറിയാവുന്നവരുമൊക്കെ. ഏറെക്കാലം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, അദ്ദേഹം കൊല്ലം ജില്ലയിൽ ജനിച്ചതാണെങ്കിൽ പോലും വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തിരുവനന്തപുരവുമായി ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം പിന്നീടാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാനായി പോയത്. അവിടെ പ്രസിഡന്റിൻ്റെ മെഡലോടുകൂടി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയായിരുന്നു, മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീടാണ് ഛായാഗ്രഹനായി അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വരുന്നത്. അരവിന്ദനോടുകൂടിയായിരുന്നു തുടക്കം. കാഞ്ചന സീത എന്ന സിനിമയിലൂടെ പിന്നീട് 40ഓളം സിനിമകൾക്ക് അദ്ദേഹം ഛായാഗ്രഹനായി. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഛായാഗ്രഹകരിൽ ഒരാൾ കൂടിയായിരുന്നു ഷാജി എൻ കരുൺ. പിന്നീട് 1988-ൽ പിറവി എന്ന സിനിമയിലൂടെ ലോകപ്രശസ്തനായി. ആ ഒരൊറ്റ സിനിമ മാത്രം മതി ഷാജി എൻ കരുൺ. വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂവെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ എണ്ണം പറഞ്ഞവയാണ്. പിറവിയും അതിനുശേഷം ചെയ്ത സ്വമ്മും സോപാനവും വാനപ്രസ്ഥവും ഒക്കെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ നൽകിയ ഒരു കലാകാരൻ കൂടിയാണ് ഷാജി എൻ കരുൺ. ഇപ്പോൾ KSFTCയുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു. ഏറെക്കാലമായി അർബുദരോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അതിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുക. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഈ അന്ത്യവും. എന്തായാലും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരും ശിഷ്യന്മാരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടാണ് ആ സംസ്കാരം നടക്കുക. SKN. എൻ കരുൺ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇതിഹാസ ചിത്രം പിറവിയാണ്. നമ്മൾക്കറിയാം 88-ൽ ഇറങ്ങിയ ചിത്രമായിരുന്നു. പ്രേംജി എന്ന ഒരു നാടകരംഗത്ത് മാത്രം പ്രവർത്തിച്ചിട്ട് അത്ര കൂടുതൽ സിനിമാ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായ പ്രേംജിയെ മുഖ്യ നടനായി പരീക്ഷിക്കുകയും ഈശ്വരവാര്യരുടെ എന്ന് തോന്നിക്കാവുന്ന കഥാപാത്രത്തിലൂടെ ഒരുപക്ഷെ ഈ ചലച്ചിത്ര ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയ്ക്കാണ് ഷാജി എൻ കരുൺ രൂപം കൊടുത്തത്. അദ്ദേഹം പിന്നീട് നിർമ്മിച്ച വാനപ്രസ്ഥവും സ്വമ്മും ഒക്കെ തന്നെ രാജ്യാന്തര പ്രശസ്തി നേടിയിരുന്നു. മാത്രമല്ല, ഞാൻ ഓർക്കുന്നു, പിറവി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീനിൽ വെച്ച് ഒരു വിധികർത്താവ് ചാടി എഴുന്നേറ്റ് പ്രേംജിയുടെ അഭിനയം കൊണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെ കനീഭവിച്ച ദുഃഖം എങ്ങനെയാണ് മുഖത്ത് ഉടനീളം ഈ നടൻ വരുത്തി ചേർക്കുന്നത് എന്ന അത്ഭുതത്തോടെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളിൽ പ്രേംജി എന്ന അത്ഭുതമുണ്ടാക്കി. അതിനൊക്കെ കാരണക്കാരനായി ഷാജി എൻ കരുൺ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്ന പുരസ്കാരം വാങ്ങിക്കൊടുക്കാനും ഷാജി എൻ കരുണിന് കഴിഞ്ഞു. ചലച്ചിത്ര കലയിൽ, ക്യാമറയിൽ മാത്രമല്ല സംവിധാന കലയിലും തനിക്ക് പ്രാവീണ്യമുണ്ട് എന്ന് തെളിയിച്ച ഒരു മഹാനുഭാവനാണിപ്പോൾ നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 24-ൻ്റെ ആദരാഞ്ജലികൾ. അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായും വളരെ കൂടുതൽ അടുത്ത ബന്ധമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും കാണുമ്പോഴൊക്കെ സ്നേഹപുരസ്സരം അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയും തെല്ലൊരു അന്വേഷണം ഉണ്ടാകും. അത് തന്നെ കൂടുതലാണ്. കാര്യം അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നില്ല. ഷാജി എൻ കരുണിൻ്റെ ഈ വിയോഗം ഒരുപക്ഷെ നമുക്ക് നല്ലൊരു ചലച്ചിത്രകാരനെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ.